ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ഖമേനിയുടെ സൈനിക ഉപദേഷ്ടാവായ മുഹ്സിൻ റസായി. കൂടിക്കാഴ്ച സാധ്യമല്ല എന്നും സമാധാന ചർച്ചകൾ ട്രംപ് സ്തംഭിപ്പിച്ചുവെന്നും ആരോപിച്ച റസായി ഉപരോധം നീക്കിയില്ല എങ്കിൽ സംഘർഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. ജൂൺ 3 ട്രംപ് ഖമേനിയെ കാണാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പരമോന്നത നേതാവിന്റെ പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കില്ല എങ്കിലും അദ്ദേഹത്തെ കാണാൻ അവസരം ലഭിച്ചാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എനിക്ക് കാണാൻ താൽപര്യം, പക്ഷേ ഞാൻ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നും നമ്മൾ ഒരു കരാർ ഉണ്ടാക്കുമോ എന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും പക്ഷേ നമ്മൾ ഒരു കരാർ ഉണ്ടാക്കുകയാണ് എങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ സാധ്യതയുണ്ട്, എനിക്കതിൽ സന്തോഷവുമുണ്ട് എന്നായിരുന്നു ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറാന്റെ വിശ്വാസം നേടാൻ ട്രംപ് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും അതുകൊണ്ടാണ് ചർച്ചകൾ പ്രതിസന്ധിയിലായതെന്നും റസായി വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇറാന്റെ മരവിപ്പിച്ച $24 ബില്യൺ വിലമതിക്കുന്ന ആസ്തികൾ US വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കക്കാർക്ക് നിസ്സാരമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച തുകയാണിത്. പക്ഷേ ഇറാന് പ്രധാനപ്പെട്ടതാണ് ഈ തുക. സൗഹൃദത്തിന്റെയും വിശ്വാസ്യത നേടിയെടുക്കുന്നതിന്റെയും അടയാളമായി ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം US അവസാനിപ്പിക്കണമെന്നും റസായി ആവർത്തിച്ചു.